ഹായ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഡോക്ടർമാർക്കും അതുപോലെ തന്നെ ന്യൂജൻ അമ്മമാരും ഒരുപോലെ പഴകിൽക്കുന്നൊരു ടോപ്പിക്കാണ് കരി വരയ്ക്കുന്ന ഒരു പ്രതിഭാസം. ഓക്കെ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കരി വരയ്ക്കുക എന്ന് പറയുന്നത് കൊണ്ട് കുഞ്ഞിൻ്റെ കണ്ണ് വലുതാകും അല്ലെങ്കിൽ പുരുകം നന്നായി വളരും എന്നൊക്കെ പറയുന്നതിന് സത്യത്തിൽ യാതൊരു സയൻറ്റിഫിക് ബേസിസും ഇല്ല. കാരണം ഈ കണ്ണിൻ്റെ വലിപ്പവും അതായത് പുരികത്തിൻ്റെ വളർച്ചയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പറയുന്നത് ആ കുഞ്ഞിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും അതുപോലെ തന്നെ അവരുടെയൊക്കെ ജീനിൽ എന്താണോ കോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതേ വരുള്ളൂ. നമ്മളിനി എത്ര കരി എഴുതിയെന്ന് പറഞ്ഞാലും ആ കുഞ്ഞിന് ഒന്നെങ്കിൽ അതിൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അതിൻ്റെ അമ്മ അല്ലെങ്കിൽ അപ്പൂപ്പൻ്റെയോ അമ്മൂമ്മയുടെയോ അങ്ങനെ ആ വീട്ടിലുണ്ടായിരുന്ന ആരുടെയെങ്കിലും ഒക്കെ ഒരു ഷേപ്പിലെ പുരുകവും കണ്ണും ഒക്കെ ഉണ്ടാവുള്ളൂ. അതല്ലാതെ നമ്മൾ കുറച്ച് കരി എഴുതി എന്ന് വെച്ച് അതിന് യാതൊരു മാറ്റവും വരാനുള്ള സാധ്യതയില്ല. പിന്നെ ഇതിനൊരു പ്രശ്നം വരുന്നത് എന്താണെന്ന് പറയുന്നത്, നമ്മുടെ അമ്മൂമ്മമാരാണെങ്കിലും അല്ലെങ്കിൽ അച്ഛച്ചന്മാരാണെങ്കിലും ഒക്കെ പറയും ഞങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, ഞങ്ങൾ എഴുതിയിട്ടൊന്നും യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അന്നത്തെ കാലമാണോ ഇന്നത്തെ കാലം? ഈ അമ്മമാർ പറയുന്നത് അന്ന് അവരായിരുന്നു വീട്ടിൽ ഈ കരി ഉണ്ടാക്കുന്നത്. വീട്ടിലെ പശുവിൻ്റെ പാലിൽ നിന്ന് നെയ്യെടുത്ത് അത് കത്തിച്ച് അതിൽ നിന്ന് കരി എടുത്തിട്ടാണ് എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമുക്ക് കിട്ടുന്ന കരി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കാർബൺ എന്ന് പറയുന്നത് അതിനകത്ത് കാർബൺ മാത്രം ആയിരിക്കില്ല, അതിനകത്ത് വേറെ കുറേ പൊല്യൂട്ടൻസ് ഉണ്ടാവും. നമ്മുടെ കുഞ്ഞുമക്കളുടെ കണ്ണിലേക്ക് ഈ പറയുന്ന കെമിക്കൽസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇത് കാരണം, അതായത് നമ്മൾ എഴുതുന്ന കരി കാരണം തന്നെ ആ കുഞ്ഞുമക്കൾക്ക് കണ്ണിന് ഇറിറ്റേഷനും വേദനയും അതുപോലെ പഴുപ്പും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ കുഞ്ഞുമക്കൾ അവർ മുമ്പിലേക്ക് വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അവർ നമ്മളുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ അനുഭവിക്കുന്ന ടൈമിൽ ഇതുപോലെ കണ്ണിന് പഴുപ്പും കണ്ണിന് വേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിയാവുമോ? അപ്പം പ്രത്യേകിച്ച് യാതൊരു ഗുണവും ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇത്രയും വാശി പിടിക്കേണ്ട കാര്യമുണ്ടോ? ഒന്ന് ആലോചിച്ചൂടെ? അതുപോലെ തന്നെ ഇപ്പം കരി എഴുതണം നിർബന്ധമുണ്ട് എന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ അകത്ത് എഴുതാതിരിക്കും. കവിളത്തൊരു മറുകോ അല്ലെങ്കിൽ നെറ്റിയുടെ സൈഡിലോ പൊട്ടോ അങ്ങനെയൊക്കെ ഇടുന്നത് പിന്നെയും കുഴപ്പമില്ല. ഈ കണ്ണിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നമ്മുടെ കൈ കടത്തുമ്പോഴാണ് അതിനൊരു പ്രശ്നം ഉണ്ടാവുക. അപ്പം പറ്റും എന്നുണ്ടെങ്കിൽ ആ ഒരു ന്യൂജൻ അമ്മേനെയും അത് പറഞ്ഞിരുന്ന ഡോക്ടറിനെയും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ.